വിഷ്വൽ ഉണ്ട് അല്ലെ. ആദ്യമായിട്ട് ഇന്ത്യയിൽ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന ഡിക്ലറേഷൻ അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. Inviting Anthony Perumbavoor sir, inviting Anish Adam from Joy Alucas. I would like to invite Dr. J. Lata, Pro Vice Chancellor, Jain University. Also inviting Sumi Kurian, Head of Operations, and also inviting Santosh sir on behalf of Panorama Online. നമുക്ക് കുറച്ചും കൂടി ബിക്കോസ് വി ഹാവ് എ ബിഗ് ടീം ആൻഡ് ലാലേട്ടാ ഇത് കണ്ടോ, ഇവിടെ ഉള്ളിൽ മാത്രമല്ല അതൊക്കെ നോക്കിയേ, ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പക്ഷെ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് മഴ പെയ്യുമെന്ന് ചെറിയ സംശയമുള്ളത് കൊണ്ട് നമുക്ക് ഡ്രോൺ ഷോയിൽ തുടങ്ങിയാലോ? റെഡിയല്ലേ എല്ലാവരും? വിത്ത് ഓൾ യുവർ പെർമിഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. പക്ഷെ അത് ഞങ്ങൾക്കൊന്ന് തുടങ്ങണമെങ്കിൽ അതിനൊരു പഞ്ച് വേണം. ആ പഞ്ച് വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ഡയലോഗ് കേൾക്കണം ലാലേട്ടാ. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ. So ladies and gentlemen, Kochi, get ready. കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമായി we have all units, I say again. Check one ready. Armor 5-1, flight up check. Dodge 4-1 on the ready. People, one home. ManoramaOnline.com. Jain University. Joy Alucas, world's favorite jeweler. Bobby. കേട്ടിട്ടുണ്ടോ? എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു.
ഒരേ ഒരു രാജാവ്. अरे तू किसको धमकी दे रहा रे? अपने औकात मेरा नहीं तो तेरा बेटा खोल दूंगा। सियारा लियोनी से खोल के अंगोला को झाड़ू मार के वाया नरोबी, वाया मोगादिशु। अगर संगानी ये कंसाइनमेंट पोर्टबंदर लेकर आए तो मैं बॉबी Said Masood. Ashirvad Cinemas 25th year. Produced by Anthony Perubavu. Narcotics is a dirty business. ఈ పని స్టీఫెన్ చేయలే, నేను చేయలే. was an absolute ഗോവർദ്ധന്റെ അടുത്ത ലൈവിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ കുറെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് മേ ബി ഇപ്പൊ 10 മണിയായി, 6 മണിക്കാണ് ആദ്യത്തെ ഷോ. ഞങ്ങൾ എല്ലാവരും രാവിലെ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനൊരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ സാധിച്ചത്. അത് ലൂസിഫർ കഴിഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ വന്നപ്പോൾ അതിൽ ഗോവർദ്ധന്റെ തിരിച്ചുവരവും അതിന്റെ ഒരു കണ്ടിന്യൂവേഷനും ചെയ്യാൻ സാധിച്ചതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ലാലേട്ടനും രാജുവും സംസാരിച്ചു കഴിഞ്ഞു. സോ അധികം സംസാരിക്കുന്നില്ല. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ദ ഫിലിം ആൻഡ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്. യു ആർ ലൈക് സിംപ്ലി അമേസിംഗ്. ആൻഡ് നമുക്ക് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ കേരളത്തിന്റെ തരുണീമണികളുടെ സ്വന്തം ടൊവിനോ തോമസ്. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും തരുണീമണികൾക്ക് മാത്രം എഴുതി കൊടുക്കരുത്, വേറെ ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് പറയുന്നത്. ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഈ ഒരു സ്നേഹവും ഈ ഒരു ആവേശവും നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നതിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മളുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയിൽ എന്നെയും ഭാഗമാക്കിയതിന് രാജുവേട്ട, മുരളിച്ചേട്ട, ആന്റണി ചേട്ട, ലാലേട്ട എല്ലാവർക്കും നന്ദി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഇതിരന്റെ മഞ്ജുച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, വേറെയും ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാസ്റ്റിംഗ് ക്രൂ ഗംഭീര കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു. എന്നെയും എന്റെ ഭാഗമാക്കിയതിന് ഒരുപാട് സന്തോഷം, നന്ദി. ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, 10 മണിയായി. ഇനി രാവിലെ 6 മണിക്കാണ് ഫസ്റ്റ് ഷോ. ആരും ഉറക്കം കളയരുത്, നന്നായി ഉറങ്ങണം. എന്നാലാണ് നാളെ രാവിലെ പടം ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് പോയാലും ഫോണിൽ കുത്തിക്കളിച്ച് സമയം കളയരുത്, സുഖമായി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പടം കാണാൻ വരണം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ, ലവ് യു സോ മച്ച്. പിന്നെ ജീവിതമാണ് ലഹരി എന്ന് ഒന്നുകൂടെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ച ഈ ഒരു ഇനീഷ്യേറ്റീവിനും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ. അത് അനുകരണീയമാണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ അമ്മ പോലും നമ്മൾ എന്നിടത്തോളം ഇത് വലിയൊരു പടമാണ്. അപ്പൊ അതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. താങ്ക്സ് ലോഡ്. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് പേഴ്സൺ. ഇവിടുന്ന് കുറെ നേരമായിട്ട് അവർ പറയാണ് മഞ്ജു ചേച്ചിനെ വിളിക്ക്, മഞ്ജു ചേച്ചിനെ വിളിക്ക്. ഞാൻ ഇനി വിളിച്ചില്ല എന്ന് വേണ്ട. സോ വി ഹാവ് നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ. സോ മഞ്ജു ചേച്ചി ടു ദ ഗാദറിംഗ്. നേരം വൈകിയെന്നറിയാം. എല്ലാവരും വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ചു. ആ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മൂവ്മെന്റിന് മുൻകൈ എടുക്കുന്ന മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ ഇവിടുത്തെ ബ്രില്യന്റ് ഡ്രോൺ ഷോ ഡിസ്പ്ലേ ചെയ്ത ഡ്രോൺ ഓപ്പറേറ്റിംഗ് ടീമിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ന് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് എമ്പുരാൻ എന്ന വലിയ ഒരു ഭാഗ്യത്തിന്റെ പേരിലാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിന് രാജുവിനോടും ശ്രീ മുരളി ഗോപിയോടും ആന്റണി ചേട്ടനോടും ഗോകുലം ഗോപാലൻ സാറിനോടും സർവോപരി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനോടും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളെല്ലാവർക്കും ഇനി ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം, ഒരു മുഹൂർത്തമാണിത്. നിങ്ങളെല്ലാവരും നാളെ സിനിമ കാണണം, ആസ്വദിക്കണം, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. തീർച്ചയായും ആസ്വദിക്കാൻ പോകുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ അതോ അബ്രഹാം ഖുറേഷിയാണോ? ഈ രണ്ടുപേരെയല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ പോകുന്ന സിനിമയാണ്. അതില് സ്റ്റീഫൻ ഇല്ല, അതില് ഖുറേഷി ഇബ്രാഹിം ഇല്ല. യു വിൽ ഓൾവേസ് അത് ഇഷ്ടപ്പെടാൻ പോകുന്ന അതിന്റെ ക്രാഫ്റ്റാണ്. ആ സിനിമയുടെ അവസാനമാണ്. കാര്യം ആ സിനിമയുടെ അവസാനം ഒരു സസ്പെൻസ് ഉണ്ട്. ചുമ്മാ എന്തെങ്കിലും രാത്രി പറഞ്ഞിട്ട് പോവാം, ഉറക്കം പോട്ടെന്ന് വിചാരിച്ചു. അല്ല, ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു 5 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. സോ ജെയിൻ യൂണിവേഴ്സിറ്റിയില് ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വി ഹാവ് താങ്ക്സ് a lot for joining us for the drone show. ആൻഡ് ഇപ്പൊ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ യുണൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകുമ്പോഴും ഈ ഒരു ഒച്ച, ഈ ഒരു ആവേശം, ഇതിനൊക്കെ ഒറ്റ റീസൺ ആണ്. ആൻഡ് ആ ഒരു റീസൺ അതൊരു സിനിമയുടെ പേരാണെങ്കിലും ഐ തിങ്ക് അതിന്റെ പിറകിലുള്ളത് ഒരു പേരാണ്. കാരണം ഈ സിനിമയെ കുറിച്ച് നമ്മൾ എല്ലാവരും പറയുമ്പോ വാതോരാതെ ഏതൊരു മലയാളിയും ഇന്ന് ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കും, ബീങ് സൂപ്പർ പ്രൗഡ്. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മലയാള സിനിമ സമ്മാനിച്ചത് ഇദ്ദേഹമാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഈ ഒരു ഗ്യാദറിംഗിനെ അഡ്രസ് ചെയ്യാൻ അബൌട്ട് ദ ഡ്രോൺ ഷോ, അബൌട്ട് ദിസ് ഈ ഒരു ക്യാമ്പയിനെ കുറിച്ചും. സോ നമ്മുടെ സ്വന്തം രാജുവേട്ടന് കൊടുക്കല്ലേ? ടു അവർ വെരി ഓൺ പൃഥ്വിരാജ് സുകുമാരൻ, ഓവർ ടു യു. നമസ്കാരം. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ
സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾക്കുള്ളിൽ ശക്തിയുണ്ടെങ്കിൽ, ഒരുപാട് സൗന്ദര്യമുള്ള മുഹൂർത്തങ്ങൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്ന എമ്പുരാൻ സിനിമയുടെ ഈ ടീം. സോ യെസ്, സേ നോ ടു ഡ്രഗ്സ്. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. Life and yourself is more valuable than that. But first and foremost, thank you so much to Manorama Online and Jain University. ഇതുപോലെ മഹത്തായ ഒരു കോസിന്റെ ഭാഗമാകാൻ ഞങ്ങളുടെ ഈ സിനിമയുടെ ടീമിന് ഒരു അവസരം തന്നതിന്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമ റിലീസാകുന്നുണ്ട്. തിയേറ്ററിൽ പോയി ആ സിനിമ ദയവായി കാണണം. ഒരു വലിയ സ്വപ്നമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ റിലീസിലൂടെ. ഒരുപക്ഷെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ വലിയ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരങ്ങൾ, ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറന്നേക്കാം എന്നൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെയൊക്കെ സംഭവിച്ച് നിങ്ങൾക്ക് നാളെ നിങ്ങൾ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊരു വലിയ സിനിമ എടുക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോ ഞങ്ങളെല്ലാരും നാളെ കാണാൻ പോകുന്നത് കൊച്ചു സിനിമ. ഇനി അത് ഹിറ്റായാൽ പിന്നെ വലിയ സിനിമ. ഇതൊക്കെ ചെറുതാണോ? രാജുവിന് ചെറുതാണ്, നമുക്ക് ചെറുതാണ്. അല്ല, അങ്ങനെ വരുമ്പോ രാജുവിന്റെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് we have asked all of them to give us some questions for you. അപ്പൊ അവര് തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതില് കണ്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ചോദ്യം അതിൽ പറയുന്നതാണ്, അതായത് ഇനി സിനിമയെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സിനിമയെ കുറിച്ച് ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോ ഇത്രയും വലിയൊരു പ്രൊമോഷൻ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം സഞ്ചരിച്ച് പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് എന്താണ് പുറത്ത്, കേരളത്തിന് പുറത്ത്? ഇല്ല, ഞങ്ങൾ ഈ സിനിമ ഒരാഴ്ച മാത്രമേ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2019 റിലീസായ ലൂസിഫർ അതിന്റെ തിയേറ്ററിക്കൽ റൺ കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ പല വ്യൂയിങ് പ്ലാറ്റ്ഫോംസിലൂടെയും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ എവിടെ പോയി സംസാരിച്ചാലും എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇതൊരു ഇൻഡസ്ട്രി ഒട്ടാകെ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോ നമ്മൾ ഇതിനു മുമ്പൊന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു സ്കെയിലിൽ, ഒരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചൊരു നിർമ്മാതാവും ഒരു ടീമും, ഓഫ്കോഴ്സ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറ്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗോപാലൻ സാറും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഇല്ലസ്ട്രിയസ്, ഇത്രയും വലിയ ഹെറിറ്റേജുള്ള ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു സ്നേഹം എല്ലായിടത്തും ഞങ്ങൾക്ക് കിട്ടി. സോ മേ ബി ദാറ്റ്സ് വൈ. ആൻഡ് ഓൾസോ എനിക്ക് തോന്നിയിട്ടുള്ളത്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടും ഇതുപോലെ ചർച്ചയാകാനുള്ള ഏറ്റവും വലിയ കാരണം മലയാളികൾ തന്നെയാണ്. മലയാളികളുടെ ഈ സിനിമയോടുള്ള സ്നേഹം